സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ഷംസാബാദ് രൂപതയുടെ മെത്രാനായ മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചതോടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. നാളെ ഉച്ചയ്ക്കാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനാരോഹണം. മുപ്പത്തിരണ്ടാമത് മെത്രാൻ സിനഡിന്റെ 1ാം സമ്മേളനത്തിലെ 2ാം ദിവസത്തിൽ നടന്ന വോട്ടെടുപ്പിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തൃശൂർ സ്വദേശി ഫാദർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത്. രഹസ്യ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യ റൗണ്ടിൽ നടന്ന വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷം നേടിയാണ് ഫാദർ റാഫേൽ തട്ടിൽ സഭയുടെ പുതിയ നാഥനാകുന്നത്. ആദ്യ റൗണ്ടിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഫാദർ റാഫേൽ തട്ടിലിന്റെ സഭയിലെ സ്വീകാര്യതയെ വ്യക്തമാക്കുന്നു. നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. എവിടെയെങ്കിലൊക്കെ നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് മറ്റ് അവയവങ്ങൾ ചേർന്ന് അത് പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കുന്ന ഒരു ശൈലിയായിരിക്കണം എൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റാഫേൽ പിതാവ് സഭയുടെ സൗമ്യമുഖമാണെന്നും അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനവും വ്യക്തിപ്രഭാവവും സഭയെ ഏറെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ആശംസിച്ചു. ഒരു ധ്യാനഗുരു എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ചൈതന്യവർത്തായ സംസാരം, വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിലുള്ള ദൃഢത, അതെല്ലാം ഒരു നേതൃത്വ പാഠവത്തിൻ്റെയും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയുടെയും വലിയ ഉദാഹരണങ്ങളാണ്. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-നാണ് സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. സിനഡിലെ അംഗങ്ങൾക്കൊപ്പം രൂപതകളിൽ നിന്നുള്ള അൽമായ സമർപ്പിത വൈദിക പ്രതിനിധികളും സുപ്പീരിയർ ജനറൽമാരും പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർ മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക. കൈരളി ന്യൂസ്, കൊച്ചി.